ഇപ്പം എന്താണ് പൊതുവേ നമ്മുടെ NRI കുട്ടികൾ അവർ അവിടെ തന്നെ ഇവിടെ തന്നെ പഠിച്ച് അപ്പോൾ ഇവർക്ക് MBBS പുറത്ത് പോയി ചെയ്തു, പക്ഷെ അവർക്ക് ഇന്ത്യയിൽ പോയി തിരിച്ച് പ്രാക്ടീസ് ചെയ്യാൻ താല്പര്യം ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനെയുള്ള കുട്ടികൾക്കാണെങ്കിലോ? ഇന്ത്യൻ സിറ്റിസൺ ആയിരിക്കെ ഇന്ത്യയിൽ MBBS വാലിഡ് ആണെങ്കിൽ അല്ലെങ്കിൽ വാലിഡ് ആയിട്ടുള്ള ഡോക്ടർ ആവണമെങ്കിൽ തീർച്ചയായിട്ടും NMCയുടെ പുതിയ റോൾ പ്രകാരം ഏത് രാജ്യത്താണോ MBBS ചെയ്യുന്നത് ആ രാജ്യത്ത് അവരുടെ ലൈസൻസിങ് ടു പ്രാക്ടീസ് അനുവദിക്കപ്പെടണം എന്നുള്ളതാണ്. അതിന് റെഗുലേറ്ററി ബോർഡ് ഉണ്ടാവും, ആ ബോർഡിൻ്റെ അംഗീകാരം വേണം. ചില രാജ്യത്ത് അത് കൊടുക്കാറില്ല, ചില രാജ്യത്ത് അങ്ങനെ കൊടുക്കണമെങ്കിൽ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ചൈനൻ അവരുടെ ഭാഷയിൽ എക്സാം ക്ലിയർ ചെയ്താൽ മാത്രമേ അപ്പോൾ ലൈസൻസ് ടു പ്രാക്ടീസ് കൊടുക്കുകയുള്ളൂ. ചില രാജ്യത്ത് PG ചെയ്താൽ മാത്രമേ കൊടുക്കുള്ളൂ, ചില രാജ്യത്ത് ഇത്ര വർഷം 4 വർഷം 5 വർഷമൊക്കെ എക്സ്പീരിയൻസ് ചെയ്താൽ മാത്രമേ കൊടുക്കുള്ളൂ. ഇങ്ങനെ ഒരുപാട് വ്യത്യസ്ത നിയമങ്ങളാണ് ഓരോ രാജ്യത്തും. അതെങ്ങനെ മനസ്സിലാക്കാന്നാണ് ഓരോ രാജ്യത്തിൻ്റെ മിനിസ്റ്ററിൽ പോയി തന്നെ അത് അന്വേഷിച്ച് ഉറപ്പുവരുത്തുക. ചില രാജ്യങ്ങൾ ഈ നിയമങ്ങൾ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. അപ്പം ഇന്ത്യയിൽ വരാണെങ്കിൽ തീർച്ചയായിട്ടും ആ രാജ്യത്തുള്ള ഏത് രാജ്യത്താണ് പഠിക്കുന്നത് ആ രാജ്യത്തിൻ്റെ ലൈസൻസ് ടു പ്രാക്ടീസ് നിർബന്ധമായും ഉറപ്പുവരുത്തണം. എന്ന് നമ്മൾ ഇന്ത്യയിലേക്ക് വരാൻ താല്പര്യമില്ല, അപ്പോൾ നമ്മുടെ കരിയർ ഡെസ്റ്റിനേഷൻ എവിടെയാണ് അതിനനുസരിച്ച് അവിടുത്തെ ആ രാജ്യത്തെ അംഗീകാരം കിട്ടുമോ ഇല്ല എന്നുള്ളത് നമ്മൾ MBBS അഡ്മിഷന് എടുക്കുന്നതിന് മുമ്പ് തന്നെ നമ്മൾ ഉറപ്പുവരുത്തുക എന്നുള്ളതാണ്.